നല്ല കരിയർ എങ്ങനെ ഉണ്ടാക്കാം? അതിന് നമ്മൾ എന്തെല്ലാം ചെയ്യണം? ആദ്യമായി സ്വയം അറിയുക എന്നുള്ളതാണ് ഒരു കരിയറിൻ്റെ അടിസ്ഥാനം. ഓരോരുത്തർക്കും ഓരോ തരം ഇഷ്ടങ്ങൾ, കഴിവുകൾ, താല്പര്യങ്ങൾ എല്ലാം ഉണ്ടാകും. ചിലർക്ക് സാങ്കേതിക കാര്യങ്ങൾ, ചിലർക്ക് ബിസിനസ്, ചിലർക്ക് കലാരംഗത്തുള്ള കഴിവുകൾ. നമ്മൾ ഇഷ്ടപ്പെട്ടതും നമുക്ക് ചെയ്യുവാൻ കഴിയുന്നതുമായ ധാരാളം മേഖലകളെ ഉണ്ട്. അതുവഴി കണ്ടെത്തുകയാണ് നമ്മൾ ആദ്യം വേണ്ടത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്താൽ സ്ഥിരതയും വളർച്ചയും ഉണ്ടാകും. കഴിവുകൾ വളർത്തണം. വിദ്യാഭ്യാസത്തോടൊപ്പം പ്രായോഗികമായിട്ടുള്ള കഴിവുകൾ വളരെ പ്രധാനമാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ്, കമ്പ്യൂട്ടർ അറിവ്, ആശയവിനിമയ കഴിവ്, ടീം വർക്ക്, ടൈം മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള കഴിവുള്ള ആളുകൾ ഏത് മേഖലയിൽ ചെയ്യുന്നവർക്കും വളരെ ആവശ്യമാണ്. തുടർച്ചയായി പരിശീലിക്കുകയാണ് എങ്കിൽ കരിയർ വളർച്ച ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ സാധ്യതയും വളരെയധികം വർദ്ധിക്കും. നിങ്ങൾ സ്വയം നിങ്ങളുടെ ലക്ഷ്യം സ്വയം നിശ്ചയിച്ച് അതിനുവേണ്ടി വളരെയധികം പരിശ്രമിക്കുക. അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെ എത്തണം, അടുത്ത 10 വർഷം കഴിയുമ്പോൾ ഞാൻ എന്താകണം എന്നീ ചോദ്യങ്ങൾക്ക് സ്വയം വ്യക്തമായി വളരെ ശക്തമായിട്ടുള്ള മറുപടി ഉണ്ടാകണം. ലക്ഷ്യമില്ലാത്ത ജോലി ചെയ്താൽ ആരും എവിടെയും എത്താൻ പോകുന്നില്ല. ചെറിയ ലക്ഷ്യങ്ങൾ നേടുമ്പോൾ പടിപടിയെ നമ്മൾ വളരും. അങ്ങനെ വളരുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. നല്ല കരിയറിലേക്ക് പോകുന്ന വഴിയിൽ പരാജയങ്ങൾ നിരവധി ഉണ്ടാകും. പരാജയം വന്നാൽ പലരും വഴിമാറുന്നു. എന്നാൽ വിജയിച്ചവരെല്ലാം പരാജയങ്ങളെ പാഠങ്ങളായി മാറ്റിയവരാണ്. ഒരു പരീക്ഷയിൽ തോറ്റാൽ, ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ, ഒരു ബിസിനസ് പരാജയപ്പെട്ടാൽ അതൊന്നും അവസാനമാണെന്ന് കരുതരുത്. അത് നിങ്ങളെ കൂടുതൽ ശക്തനാക്കും. നിങ്ങളെ ശക്തനാക്കുന്ന അനുഭവങ്ങളാണ് അത്. നമുക്ക് ഉണ്ടാകുന്ന വിജയങ്ങൾ ഭാഗ്യം കൊണ്ടല്ല, ശീലം കൊണ്ട് കിട്ടിയതാണ്. സമയം പാഴാക്കുന്ന എല്ലാത്തിനെയും നമ്മൾ ഒഴിവാക്കണം. സമയത്ത് എഴുന്നേൽക്കാൻ, പ്ലാൻ ചെയ്ത് ജോലി ചെയ്യൽ, കൃത്യത, ഉത്തരവാദിത്തം എന്നിവ നമ്മൾ വളർത്തണം. തുടക്കത്തിൽ എത്ര ചെറിയ ജോലി ആയാലും വളരെ ആത്മാർത്ഥതയോടെ ചെയ്യണം. ഇന്നത്തെ ചെറിയ ജോലികൾ നാളത്തെ വലിയ അവസരങ്ങളാണ്. നല്ല കരിയർ ഉണ്ടാക്കാൻ നല്ല കൂട്ടുകാരും വളരെ നല്ല മാർഗദർശകരും നമ്മുടെ കൂട്ടത്തിൽ വേണം. നല്ല കരിയർ ഉണ്ടാക്കാൻ ഒറ്റ മന്ത്രമില്ല. സ്വയം തിരിച്ചറിയൽ, ലക്ഷ്യം, അതിനെക്കുറിച്ചുള്ള പഠനം, കഠിനാധ്വാനം, സഹനം ഇവയൊക്കെ നമ്മളിൽ ഒത്തുചേരണം. നിങ്ങളിൽ സ്വയം വിശ്വസിച്ച് പരിശ്രമിക്കുക. ഒരിക്കലും പിന്മാറരുത്.